ഹലോ എവ്രി വൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ തംബ്നെയിലൊക്കെ കണ്ട് ഞെട്ടിയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ മക്കളോടൊന്ന് പറയണം. അതായത് നമുക്ക് യു പി ക്ലാസ് മുതൽ, അതായത് 5ാം ക്ലാസ് മുതൽ ഓൾ പാസ് സിസ്റ്റം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ പാസ്സാവണമെങ്കിൽ അതിൽ മിനിമം മാർക്ക് വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 60ൽ നിങ്ങൾക്കൊരു 30 മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 മാർക്കേ കിട്ടിയിട്ടുള്ളെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിന് തോൽക്കും. ഓക്കെ, സോ ഓൾ പാസ് സിസ്റ്റം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി ആ ഒരു സബ്ജക്റ്റിൽ മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ പാസ്സാവാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ഒരു ക്ലാസ്സാണിത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ കൃത്യമായിട്ട് പഠിക്കാം. അതാണ് വലിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. ബേസിക് അറിയാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് 8ാം ക്ലാസ്സിൽ കൂട്ടത്തോൽവി. അതിന് മെയിനായിട്ട് കാരണം എന്താണ്? 8ാം ക്ലാസ്സിലുള്ള ഓരോ ടോപ്പിക്സ് പഠിക്കണമെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരിക്കണം. അതറിയാത്തത് കൊണ്ടാണ് പെട്ടെന്ന് വലിയ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അത് പഠിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസിൽ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫൗണ്ടേഷൻ എന്ത് ചെയ്യണം? വളരെ സ്ട്രോങ് ആക്കണം. അപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഓരോ ടോപ്പിക്കും അന്നന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി സമയമുണ്ട്. ഇനി വലിയ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടാത്ത അവസ്ഥ വരും. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ മുന്നിൽ കുറേ സമയമുണ്ട്. ഇതിപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. അപ്പോൾ നല്ലതായിട്ട് പഠിക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ബുദ്ധിമുട്ടുള്ളത് അതിന് കുറച്ചധികം സമയമൊക്കെ കൊടുത്ത് അത് കൃത്യമായിട്ട് പഠിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ ഫുൾ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഓൾ പാസ് സിസ്റ്റം തോൽപ്പിക്കുന്ന കാര്യം അതൊന്നും മൈൻഡ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ബേസിക് അറിയാം. അതുകൊണ്ട് ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ എന്ത് സബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാലും ഇനി പുതുതായിട്ട് നിങ്ങളൊരു ടോപ്പിക്സ് പഠിക്കുകയാണ്, പുതുതായിട്ടൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ മക്കളെല്ലാവരും ശ്രദ്ധിച്ച് ഇപ്പോൾ മുതൽ തന്നെ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. സോ മക്കളെന്താ ചെയ്യേണ്ടത്? ലൈവ് നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ലൈവ് കാണുക, വീഡിയോസ് കാണുക, ഷോർട്സ് കാണുക. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കിട്ടും. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അവരിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു ചെറിയ ക്ലാസ്സിൽ നമ്മൾ ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കി എന്ത് വന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരും, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം. ഓക്കെ, സോ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.